കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളുടെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൻ തട്ടിപ്പ്. വാട്സാപ്പും മറ്റും വഴി വ്യാജ ലിങ്കുകൾ അയച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി ഓരോരുത്തർക്കും 7000 രൂപ വീതം നൽകുന്നുവെന്നാണ് തട്ടിപ്പുകാരുടെ പുതിയ വാഗ്ദാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിലും സമാനമായ നിലയിൽ തട്ടിപ്പ് നടന്നിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വലിയൊരു തട്ടിപ്പിനാണല്ലോ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്? ഈ തട്ടിപ്പിൽ നിന്നും ഒരകലം പാലിക്കാൻ എന്തൊക്കെ സുരക്ഷ അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അശ്വതി, കൃഷ്ണരാജ, ഈ പറയുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ പലർക്കും ലഭിച്ചിട്ടുണ്ടാകും. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഈ തട്ടിപ്പിന്റെ ഒരു ആധാരം അല്ലെങ്കിൽ ഇത് പറയുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓരോ പൗരന്മാർക്കും 7000 രൂപ വീതം നൽകും. അതുകൊണ്ട് ഈ പറയുന്ന ലിങ്കിൽ കയറി നിങ്ങൾ ചില വിവരങ്ങൾ ആഡ് ചെയ്യണം, നൽകണം എന്നുള്ളതാണ് തട്ടിപ്പ് സംഘം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന മെസ്സേജ്, സന്ദേശം. അതിൽ ആദ്യം പറയുന്നത് ഒരു പേരും അതോടൊപ്പം തന്നെ ഫോൺ നമ്പറും ഒക്കെ തന്നെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ലിങ്കിലേക്ക്, ഈ പേജിലേക്ക് കയറുക. അതിനുശേഷം അവർ ചോദിക്കും ഈ പണം, അതായത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അതിന് അതെ എന്നുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുന്ന ചോദ്യം, ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? അത് സ്വാഭാവികമായിട്ടും അത് ചോദിക്കുന്നത് ഇതൊരു സർക്കാർ പദ്ധതിയാണ് എന്നുള്ളൊരു വിശ്വാസ്യത ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുന്നത് വയസ്സാണ്. വയസ്സ് ചോദിച്ച് അതും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 7000 രൂപയ്ക്ക് അർഹനായിരിക്കുന്നു എന്നുള്ളൊരു അഭിനന്ദന സന്ദേശം നമുക്ക് നമ്മുടെ ആ ഒരു പേജിൽ തന്നെ ലഭ്യമാകും. അതിനുശേഷം രണ്ടാമതൊരു ഘട്ടമുണ്ട്, അതും തട്ടിപ്പിന്റെ തന്നെയാണ്. ഇനി ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ലിങ്ക് അടക്കം 15 പേർക്കോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഒക്കെ തന്നെ ഇത് അയച്ചു കഴിഞ്ഞാൽ, ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐപാഡ് അല്ലെങ്കിൽ ഐഫോൺ ലഭ്യമാകും. അതിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ 15 പേർക്ക് അതോടൊപ്പം തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ഒരു OTP, അതായത് നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു OTP നമുക്ക് വരും. ഈ OTP വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ ഉള്ള രേഖകൾ, അതായത് ഡേറ്റാസ്, ഇതൊക്കെ തന്നെ ചോർത്തിയെടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു കവർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. എന്തായാലും വ്യാപകമായിട്ട് ഇത് പ്രചരിക്കുന്നുണ്ട്. ഇതിൽ കുടുങ്ങാതിരിക്കാനായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ യുക്തിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല. അതിന് ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് PABയുടെ ഫാക്ട് ചെക്ക് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെയും അതോടൊപ്പം മെയിലിലൂടെയൊക്കെ തന്നെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ പേരും അതോടൊപ്പം തന്നെ ഫോട്ടോയും പിന്നീട് ഈ അശോക സ്തംഭം ഉൾപ്പെടെയുള്ള മുദ്രകളും ചേർത്തുകൊണ്ടാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിലും സമാനമായിട്ടുള്ള തട്ടിപ്പ് നടക്കുകയും ഇതിനു മുൻപും സമാന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഇത് കാണുന്നവർ, പ്രേക്ഷകർ ജാഗരൂകരായിരിക്കുക. എന്തായാലും അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ബി അലേർട്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്.